ഹായ് കൂട്ടുകാരെ, എല്ലാവർക്കും ഹാപ്പി വില്ലേജ് യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് മലപ്പുറം ജില്ലയിലെ കോട്ടക്കുന്ന് കാണാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഒരുപാട് ഉയരമുള്ള കുന്നാണിത്. അപ്പോൾ കുറേ സ്റ്റെപ്പുകൾ കയറിയിട്ട് വേണം ഈ കുന്നിൻ്റെ മുകളിലേക്ക് നമുക്ക് എത്താൻ വേണ്ടിയിട്ട്. അങ്ങനെ കുന്ന് കയറുന്നത് ഭയങ്കര രസകരമായ സംഗതി തന്നെയാണ് കേട്ടോ. കഴിയുന്നതും എല്ലാവരും ഈ സ്റ്റെപ്പ് കയറാൻ വേണ്ടി തന്നെ ശ്രമിക്കുക ഇവിടെ വരുന്നവർ. അപ്പോൾ ഇത് അപ്പുറത്ത് കൂടെ പോയി കഴിഞ്ഞാൽ നമുക്ക് നേരെ വാഹനത്തിൽ തന്നെ ഈ പാർക്കിലേക്ക് എത്താൻ വേണ്ടിയിട്ട് കഴിയുന്നതാണ് കേട്ടോ. പിന്നെ ഇതിൻ്റെ മേലെ എത്തിക്കഴിഞ്ഞാൽ നമുക്ക് ഇരിക്കാനുള്ള കുറേ ഇരിപ്പിടങ്ങളും അതുപോലെ ഇതിൻ്റെ മേലെ നിന്ന് താഴത്തേക്ക് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് പിന്നെ മലപ്പുറം ഫുള്ള് ടൗണും ബാക്കി ഭാഗങ്ങളൊക്കെ ഇവിടെ നിന്ന് കാണാൻ വേണ്ടിയിട്ട് നമുക്ക് കഴിയും കേട്ടോ. പിന്നെ ഇവിടുത്തെ മെയിൻ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ നല്ല ചൂടുള്ള സമയമാണല്ലോ, പക്ഷേ നമുക്ക് ഇവിടുന്ന് ചൂട് വല്ലാതെ അനുഭവപ്പെടുക തന്നെയല്ല. കാരണം നല്ല തണുപ്പുണ്ട്. ഇപ്പോഴത്തെ ചൂടിനെ അപേക്ഷിച്ചിട്ട് നല്ല തണുപ്പ് തന്നെ പറയാം. പിന്നെ കാറ്റ്, നല്ല കാറ്റ്, ഇളം കാറ്റ് എപ്പോഴും ഇവിടെ ഈ കുന്നുമ്മൽ അടിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അതൊരു മെയിൻ പ്രത്യേകതയായിട്ടാണ് എനിക്ക് തോന്നിയത്. പിന്നെ ഒരുപാട് ചരിത്രം ഉറങ്ങുന്ന മണ്ണ് കൂടിയാണ് നമ്മുടെ ഈ കോട്ടക്കുന്ന് പാർക്ക്. ഇവിടെ സാമൂതിരി രാജാവ് ഒരു കോട്ട പണിയുകയും പിന്നീട് സൈനിക ആവശ്യങ്ങൾക്ക് വേണ്ടി അത് ഉപയോഗിക്കുകയും ചെയ്തിരുന്നു. അങ്ങനെയാണ് കോട്ടക്കുന്ന് എന്നുള്ള പേര് ഇതിന് വന്നത് എന്നാണ് പറയപ്പെടുന്നത്. പിന്നെ ബ്രിട്ടീഷുകാരുടെ കാലത്ത് അവരും ഈ കുന്ന് സൈനിക ആവശ്യങ്ങൾക്ക് വേണ്ടി തന്നെയാണ് ഉപയോഗിച്ചിരുന്നത്. സ്വാതന്ത്ര്യ സമര കാലത്ത് ഒരുപാട് നേതാക്കന്മാരെ അവർ ഇവിടെ വെച്ച് വധിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ സാഹസികത ഇഷ്ടപ്പെടുന്ന ആളുകൾക്ക് ഇവിടെ ഒരു ആകാശത്തിലൂടെ സൈക്കിളിൽ പോകാനുള്ള അവസരങ്ങളൊക്കെ അധികൃതർ ഇവിടെ ഒരുക്കി വെച്ചിട്ടുണ്ട്. വളരെ മനോഹരമായ ഒരു കാഴ്ച തന്നെയാണ് അതെല്ലാം. അതിൻ്റെ മേലെ നിന്നിട്ട് നമുക്ക് പിന്നെ മൊത്തത്തിൽ കാണാൻ വേണ്ടിയിട്ട് സാധിക്കും ഈ പാർക്കും പരിസരങ്ങളൊക്കെ. അതൊക്കെ ഭയങ്കര രസകരമായ കാഴ്ച തന്നെയാണ്. പിന്നെ നമ്മൾക്ക് ഇവിടെ കുട്ടികൾക്കുള്ള ഒരുപാട് പാർക്കുകളും കാര്യങ്ങളും ഒക്കെ അധികൃതർ ഒരുക്കി വെച്ചിട്ടുണ്ട്. ഇവിടെ കുട്ടികൾക്ക് തന്നെയാണ് മെയിനായിട്ടുള്ളത് പാർക്കുകൾ. പിന്നെ വലിയവർക്കുള്ള പാർക്കുകളും ഇവിടെ തന്നെ ഉണ്ട്. പിന്നെ കുട്ടികൾക്ക് ഉള്ള ഓരോ കളി സാധനങ്ങളായിട്ടുള്ള ഇങ്ങനത്തെ കുറേ കളിക്കോപ്പുകൾ നമുക്ക് വാങ്ങാൻ വേണ്ടിയിട്ട് ഇവിടെ കിട്ടും. വണ്ടികളും കാര്യങ്ങളൊക്കെ, പിന്നെ കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള ചെറിയ ജീപ്പ് കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ട് കേട്ടോ. പിന്നെ ബലൂൺ പാർക്കാണ് ഇവിടുത്തെ മെയിൻ പ്രത്യേകത. ഈ ബലൂൺ പാർക്കിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ബലൂണിൻ്റെ പല മോഡൽ ഇതിൻ്റെ ഉള്ളിൽ തന്നെ ഇവർ സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ കുട്ടികൾക്കാണ് മെയിനായിട്ടും ഈ പാർക്കിലേക്ക് പ്രവേശനമുള്ളത്. എല്ലാത്തിനും സെപ്പറേറ്റ് നമ്മൾ ടിക്കറ്റ് എടുക്കണം, എന്നാലേ നമുക്ക് ഇതിൻ്റെ ഉള്ളിലേക്കൊക്കെ പ്രവേശിക്കാൻ പറ്റുള്ളൂ. ഓരോ പാർക്കിലേക്കും പ്രത്യേകം കൗണ്ടറുകളും ടിക്കറ്റുകളും എടുക്കേണ്ടതായിട്ട് തന്നെ ഉണ്ട്. പിന്നെ ഇവിടുത്തെ ഒരു മെയിൻ പ്രത്യേകത എന്ന് വെച്ചാൽ ഈ 16D സിനിമയാണ്. ഇത് ഭയങ്കര രസകരമായ കാഴ്ച തന്നെയാണ് കേട്ടോ. അതൊക്കെ നമ്മൾ വന്ന് അനുഭവിക്കുക വേണം. അപ്പോഴാണ് ഇതിൻ്റെയൊക്കെ ഒരു ഇത് നമുക്ക് മനസ്സിലാവുകയുള്ളൂ. നമ്മൾ ഈ വാക്കിലൂടെ പറയുന്നതിനേക്കാളും എത്രയോ മനോഹരമാണ് അതിൻ്റെ ഉള്ളിലെ കാഴ്ചകളൊക്കെ. പിന്നെ ഇതാ കുട്ടികൾക്കൊരു ചെറിയ ബോട്ട്, ഇത് ചവിട്ടുന്ന പെഡൽ ബോട്ടുകളുണ്ട് ഇവിടെ. അതിൽ കുട്ടികൾ വരുന്ന എല്ലാവർക്കും വളരെയധികം എൻജോയ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുന്നതാണ്. പിന്നെ ഇതുപോലെ ഇരിക്കാനുള്ള കുറേ സ്ഥലങ്ങളൊക്കെ അവിടെ ഉണ്ട്. പിന്നെ മിറാക്കിൾ പാർക്ക് പറഞ്ഞിട്ട് ഇതാണ് മിറാക്കിൾ. ഇതിൻ്റെ ഉള്ളിൽ ചെടികളും കാര്യങ്ങളൊക്കെ പല രസകരമായ സംവിധാനത്തിലാണ് ചെയ്തിട്ടുള്ളത്. ഞാൻ അതിൻ്റെ ഉള്ളിലേക്ക് കയറാൻ എനിക്ക് സമയമില്ലാത്തത് കൊണ്ട് ഞാൻ കയറിയിട്ടില്ല. പിന്നെ ഒരിക്കൽ എൻ്റെ വീഡിയോ ചെയ്യാമെന്ന് വെച്ചു. പിന്നെ ഇതേപോലുള്ള കുട്ടികൾക്കുള്ള കുറേ കളി വിനോദങ്ങളൊക്കെ ഇവിടെ ഉണ്ട് കേട്ടോ. മെയിനായിട്ടും കുട്ടികൾക്കുള്ളത് തന്നെയാണ് ഇവിടെ. അപ്പോൾ അവധി ദിവസങ്ങളിലൊക്കെ കുട്ടികളായിട്ട് ഇങ്ങോട്ട് പോരിട്ടോ എല്ലാവരും. കാരണം ഒരുപാട് പാർക്കുകളുണ്ട്. കുട്ടികൾക്ക് കളിക്കാനും അവരുടെ മാനസികോല്ലാസത്തിനൊക്കെ പറ്റിയ പല ഐറ്റം ഉപകരണങ്ങളും ഇവിടെ നമുക്ക് കാണാൻ വേണ്ടിയിട്ട് സാധിക്കുന്നുണ്ട്. പിന്നെ വലിയവർക്കുള്ള ജിമ്മും ഇവിടെ തന്നെ ഉണ്ട് കേട്ടോ. ഇതിലൂടെ എല്ലാം നടന്ന് കാണണമെങ്കിൽ തന്നെ ഒരുപാട് സമയം വേണ്ടി വരും. അപ്പം ഇതാണ് വലിയവർക്കുള്ള ജിമ്മ്. വലിയവർക്കും കുട്ടികൾക്കൊക്കെ ഉള്ള ജിമ്മാണ്.
ഇവിടെ ജിമ്മിൻ്റെ ഒരു സെക്ഷൻ ഒരുപാട് ഇത് ഇവിടെ അവർ ഒരുക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. പല ഐറ്റം സാധനങ്ങളും ഇവിടെ തന്നെ ഉണ്ട്. അപ്പോൾ കുറേയൊക്കെ നമ്മൾ കാണിക്കുന്നുണ്ട്. പിന്നെ എന്താ വെച്ചാൽ കുറേ ആളുകൾ അതുപോലെയൊക്കെ നിൽക്കുമ്പോൾ നമുക്ക് അവരെ വീഡിയോ എടുക്കാനായിട്ടുള്ളൊരു ബുദ്ധിമുട്ടുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ മാക്സിമം അതൊക്കെ വീഡിയോയിൽ നിന്നും ഒഴിവാക്കിയത്. അങ്ങനെ നമ്മൾ കാഴ്ചകളൊക്കെ കണ്ടുകൊണ്ട് പോവാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യും. അടുത്ത വീഡിയോയിൽ കാണുമ്പോഴേക്കും എല്ലാവർക്കും ബായ്.